എന്നെ ഇന്ന് ബാംഗ്ലൂരിലുള്ള ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുകയാണ്, ബാംഗ്ലൂരിലുള്ള ആ കൂട്ടുകാരൻ്റെ ഹോട്ടലിൽ പോയി ബില്ല് വന്നപ്പോൾ അതിനകത്ത് ബില്ലിൻ്റെ ഏറ്റവും അവസാനം സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് എക്സ്ട്രാ ആഡ് ചെയ്തു. ആ സർവീസ് ചാർജ് അവൻ പേ ചെയ്യേണ്ടത് ഒരു മാൻഡേറ്ററി ആണോ, അത് എന്തായാലും കൊടുക്കേണ്ട എമൗണ്ട് ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇത് നമ്മുടെ ബാംഗ്ലൂർ മാത്രമല്ല, എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ചില റെസ്റ്റോറൻറ്റ്സ് അവരുടെ ടോട്ടൽ ബില്ലിന് ശേഷം സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആഡ് ചെയ്യും. ഇത് ചില ആൾക്കാരെങ്കിലും വിചാരിച്ച് വെച്ചിരിക്കുന്നത് സർവീസ് ടാക്സ് പോലെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന ഒരു എമൗണ്ട് ആണെന്നാണ്. എന്നാൽ ഇത് 100% തെറ്റാണ്. സർവീസ് ചാർജ് പേ ചെയ്യുക എന്നുള്ളതൊരു ഓപ്ഷണൽ, ഒരു വോളണ്ടറി കാര്യമാണ്. നമുക്ക് ആ ഹോട്ടലുകാരുടെ സർവീസ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വോളണ്ടറി ആയിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് സർവീസ് ചാർജ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു റൈറ്റും ഹോട്ടൽ ഓണേഴ്സിനില്ല. നമ്മളവിടെ ചെയ്യേണ്ടത്, നമ്മൾ ആ ബില്ലും കൊണ്ട് നേരെ മാനേജറുടെ അടുത്ത് പോകുക, എന്നിട്ട് പറയാം എനിക്ക് സർവീസ് ചാർജ് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അവർ 100% ആ എമൗണ്ട് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് തരാൻ. അതവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നേരെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചും അതോടൊപ്പം തന്നെ കൺസ്യൂമർ കോടതിയിൽ ഒരു കേസ് കൊടുക്കാവുന്നതാണ്. ഇന്ത്യൻ നിയമങ്ങളെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക.